പിതാവിൻ്റെയും തൻ്റെ വിശുദ്ധന്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ സ്നേഹിതാവേ, അങ്ങയുടെ പ്രിയത്വം വഴി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വിശ്വാസവും ഞങ്ങളുടെ സഹോദരനായ യേശുക്രിസ്തു വിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തെളിച്ച് കരുണയുടെ ജ്വാലയും വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹീതമായ പ്രത്യാശയും വീണ്ടും ഞങ്ങളിൽ ഉണർത്തണമേ. അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ സുവിശേഷത്തിൻ്റെ വിത്തുകൾ അക്ഷീണം വിതയ്ക്കുന്ന തളരാത്ത കർഷകരായി രൂപാന്തരപ്പെടുത്തട്ടെ. പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടിയുള്ള ഉറച്ച പ്രതീക്ഷയിൽ ആ വിത്തുകൾ മാനവരാശിക്കും മുഴുവൻ പ്രപഞ്ചത്തിനും ഉള്ളിൽ രൂപാന്തരം പ്രാപിക്കട്ടെ. തിന്മയുടെ ശക്തി പരാജയപ്പെടുമ്പോൾ അങ്ങനെ മഹത്വം നിത്യമായി ഞങ്ങളിൽ പ്രകാശിക്കുന്നു. സ്വർഗത്തിൻ്റെ നിധികൾക്കായി കൊതിക്കുന്ന പ്രത്യാശയുടെ തീർത്ഥാടകരിൽ 2025 ജൂബിലിയുടെ കൃപ വീണ്ടും ഉണരട്ടെ. അതേ കൃപ വഴി ദിവ്യരക്ഷയുടെ സന്തോഷവും സമാധാനം ഭൂമിയിലങ്ങ് വ്യാപിക്കട്ടെ. ഓ ഞങ്ങളുടെ ദൈവമേ, നിത്യഭാഗമേ, അങ്ങ് എന്നേക്കും ആരാധനയും സ്തുതിയും മഹത്വം ഉണ്ടായിരിക്കണേ. ആമീൻ. എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരണമേ. അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിന്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ. നിത്യവും ഞങ്ങളിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവെ, അനുതാപത്തിന്റെ അരൂപി ഞങ്ങൾക്ക് തരണമേ. പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ. എല്ലാ വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവെ, യേശുവിന്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമേ. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനും ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവെ, അവിടുത്തെ സമാശ്വാസത്തിന്റെ ശീതളഛായയിൽ ഞങ്ങളെ നിർത്തണമേ. സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ. അഗതികളുടെ ആശ്രയവും വരങ്ങളുടെ ദാതാവുമായ പരിശുദ്ധാത്മാവെ, അവിടുത്തെ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയിൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ. മനസ്സിന്റെ ശൂന്യത മാറ്റി ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ വഴികൾ അങ്ങ് നേരെയാക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് തിരിക്കുകയും ചെയ്യണമേ. സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ. ഐക്യത്തിന്റെ നിദാനമായ പരിശുദ്ധാത്മാവെ, അകന്നു പോയവരെ അടുപ്പിക്കുകയും ഭിന്നതകളെ അകറ്റുകയും ചെയ്യണമേ. ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാപങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ സമ്മേളനങ്ങളെ നയിക്കുകയും ഉദ്യമങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ആത്മാവാം ദൈവമേ, ഞങ്ങളിൽ നിറയണേ. ശിഷ്യരിലന്നങ്ങ് വാണതുപോൽ മഹി തന്നില്ലങ്ങി കതിരുകളെന്നും വാനവിതാനെ അയച്ചരുൾക. അങ്ങേ വരങ്ങളും അങ്ങേ ഫലങ്ങളും സപ്തദാനങ്ങളും ഏകിയാലും ഹൃദയങ്ങളോടെ പ്രകാശമേ ഞങ്ങളെ പ്രകാശിപ്പിച്ചെരിച്ചരുളുക. നിത്യവും പ്രാർത്ഥനയിൽ വളരാനായി പ്രാർത്ഥനാരൂപിയും ഏകിയാലും യേശുവിൻ മാമോദീസാ സമയത്തിൽ വെള്ളരിപ്രാവായി ഇറങ്ങി വന്നു. അനുഗ്രഹങ്ങൾ ചൊരിയും പ്രാവിന്റെ രൂപത്തിൽ ഞങ്ങളിലുമങ്ങ് വന്നിടണേ. അജ്ഞരും പാപത്താൽ ഭജ്ഞരുമായ ശിഷ്യരിലന്നങ്ങിറങ്ങി വന്നു. അവരുടെ അജ്ഞാന അന്ധകാരത്തെ പ്രകാശധാരയാലങ്ങു നീക്കി. മോശയ്ക്കും അഹരോനും പ്രവാചകന്മാർക്കും ദിവ്യ പ്രേരണ നൽകിയ രൂപി. പരിശുദ്ധ മറിയത്തിനും വിശുദ്ധർക്കും കാരുണ്യാതിരേകമാർന്നു നൽകി. ദൈവത്തെ പിതാവേ എന്നു വിളിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കും അരൂപി. പുണ്യത്തിൻ മാർഗത്തിൽ നിന്നോ ഒരിക്കലും വ്യതിചലിക്കാനിടയാക്കരുതേ. ആസന്നമായ നിത്യരക്ഷയെ പ്രതി അവിടുന്നു മറിയത്തിലാവസിച്ചു. ആസന്നമായ ദൈവരാജ്യത്തെ പ്രതി ഞങ്ങളിലുമങ്ങ് വന്നിടണേ. പിതാവിനോടും തൻ പുത്രനോടുമായി ഏകനായിരിക്കും ദിവ്യാരൂപി. ഇരുവരുടെയും സ്നേഹസീമയിൽ നിന്നും എഴുന്നള്ളി വന്നിടുക അരൂപി. അങ്ങേ കൃപയാൽ നിൻ മക്കൾക്കു നിത്യം
വിനയവിരക്തികളേകിയാലും സകല പ്രസാദവരങ്ങളുടെയും ഉറവയായിരിക്കും ദിവ്യരൂപി. സത്യധർമാദികളുടെ വിജയത്തിനെന്നും കാരണമാകും അരൂപി. ജീവിത അന്ത്യം വരെയും ഈ ധർമ്മങ്ങളെല്ലാം പുലർത്താൻ കൃപയേകുക. ജീവോൽപത്തി മുതലെല്ലാവർക്കും അങ്ങ് അനുഗ്രഹമാരി പൊഴിച്ചു നൽകി. വത്സലരാമങ്ങേ മക്കളിലും നിത്യം അരുളണേ ആശീസ്സനുഗ്രഹങ്ങൾ. താതനും പുത്രനും പാവനാത്മാവിനും സ്വസ്ഥമുണ്ടാകണമെന്നുമെന്നും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കുമേനാമേനാമേൻ. പരിപൂർണനായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നെ പരിപൂർണനാക്കാൻ എഴുന്നള്ളി വരിക. തിരുസഭയ്ക്ക് അലങ്കാര കിരീടമായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, അതിന്റെ ശത്രുക്കളിൽ നിന്ന് അതിനെ കാത്തുകൊള്ളണമേ. അജ്ഞാന അന്ധകാരത്തെ നീക്കുന്ന ജ്ഞാനസൂര്യനായ പരിശുദ്ധാത്മാവേ, അജ്ഞാന അന്ധകാരത്തെ നീക്കി ജ്ഞാനപ്രകാശമായ സത്യവേദം പരത്തി അരുളണമേ. ജപധ്യാനം പുഷ്പിക്കുന്ന പൂങ്കാവനമായ പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനയുടെ അരൂപിയെ ഞങ്ങളിൽ ചിന്തണമേ. ധ്യാനത്തിന് കാരണമായിരിക്കുന്ന പരിശുദ്ധാരൂപിയെ ഞങ്ങളെ ധ്യാനാത്മാക്കളാക്കി അരുളണമേ. ആമേൻ. പരിശുദ്ധാത്മസ്നേഹമേ, വരദായകനേ, ഭൂമിതൻ പുതു ചൈതന്യമേ, കാരുണ്യമയനേ. പരിശുദ്ധാത്മസ്നേഹമേ, വരദായകനേ, ഭൂമിതൻ പുതു ചൈതന്യമേ, കാരുണ്യമയനേ. സഖിയോൻ മാളികയിൽ നീ അന്ന് ശ്രീഹരിൽ വന്നതുപോൽ സത്ഫലമേകാൻ ഞങ്ങളിലും നീ വാസമുറപ്പിക്കൂ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹമേ, നിത്യദാനമേ. പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹമേ, നിത്യദാനമേ. കനിയോ മാനവ മക്കളിലും നീ അനവരതം കൃപകൾ, അനുസ്യോതം കൃപകൾ. കനിയോ മാനവ മക്കളിലും നീ അനവരതം കൃപകൾ, അനുസ്യോതം കൃപകൾ. പരിശുദ്ധാത്മസ്നേഹമേ, വരദായകനേ, ഭൂമിതൻ പുതു ചൈതന്യമേ, കാരുണ്യമയനേ. ഇന്ന് ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വിവിധ തൊഴിൽ മേഖലകളിലായിരിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മത്സ്യബന്ധനത്തിലായിരിക്കുന്നവരെ സമർപ്പിക്കാം. കടലാകാശ മാർഗങ്ങളിൽ യാത്ര ചെയ്യുന്നവരെ സമർപ്പിക്കാം. കാരാഗ്രഹവാസികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ മാനസാന്തരത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൊഴിൽ ഇല്ലാതെ വലയുന്ന യുവജനങ്ങളായ മക്കളെ സമർപ്പിക്കാം. മക്കളില്ലാതെ ദുഃഖം അനുഭവിക്കുന്ന എല്ലാ ദമ്പതികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ വൈദികരെയും സന്യസ്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാം. ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ 2025 വാർഷികം ആഘോഷിക്കുന്ന ക്രിസ്തു ജയന്തി ജൂബിലി വർഷത്തിൽ നമ്മുടെ പ്രത്യേകമായ അപേക്ഷകളൊക്കെയും ദൈവത്തിൻ്റെ തിരുമുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധമായ പാദാന്തികത്തിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. ഓ അമ്മേ മാതാവേ,
കന്യാമാതാവേ എന്നും എന്നും കൂട്ടാകണേ. പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ അമ്മയോട് ചേർന്നിരിക്കുന്നു. ഓ അമ്മേ മാതാവേ കന്യാമാതാവേ എന്നും എന്നും കൂട്ടാകണേ. പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ അമ്മയോട് ചേർന്നിരിക്കുന്നു. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ശാന്തമായ അന്തരീക്ഷവും സമാധാനവും സന്തോഷവും ആരോഗ്യവും ഐശ്വര്യവും നൽകി നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.